നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയൊക്കെ ഒരു ക്ഷീണം മാറിയിട്ടുള്ളൊരു ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു ലഞ്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പെരുന്നാൾ കഴിഞ്ഞൊരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ലഞ്ച് ചെയ്യാൻ തുടങ്ങുന്നതിന്. അതുവരെ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ട് ലഞ്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷേ വീഡിയോ അവസാനം പകുതിയിൽ വെച്ച് കട്ടായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നല്ലൊരു പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഗോതമ്പ് പുട്ടും മുട്ട വെച്ചിട്ടൊരു കറിയും തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ പപ്പടവും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ചക്ക അത്യാവശ്യം നല്ലോണം വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ മരത്തിൽ. അപ്പോൾ അതൊന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് ചിപ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം, കുറച്ച് കറിക്കായിട്ട് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ചക്ക ഒന്ന് ആദ്യം വലിച്ചിരുന്നുണ്ട് താഴോട്ട്. അത്യാവശ്യം നല്ല വിളഞ്ഞ ചക്കയാണ്. ഒരു 3-4 ഉണ്ടായിരുന്നു. അതൊക്കെ നോമ്പായിരുന്ന സമയത്ത് നമുക്ക് ചക്ക ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാക്കയും അണ്ണാനും കുരുവിയൊക്കെ കഴിച്ചിട്ട് പോയി. അതില്ല, പിന്നെ ഒരെണ്ണം മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ശരിക്കും ഒരു കുഞ്ഞു സൈസ് കുറേ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം മൂത്ത ചക്ക ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു സംഭവമില്ല തണ്ട്, അത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചക്കച്ചോളം മാത്രമായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് കുഞ്ഞായിട്ട് അതൊന്ന് മുറിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു സംഭവം ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ചക്ക ആ ഒരു ചുള മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് വെക്കാം. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ പുറത്തുള്ള ആ ഒരു സംഭവമില്ലേ, എന്ത് പറയും, ആ ഒരു നാരും പിന്നെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിയാൽ മതിയാകും. അപ്പോൾ കുരുവും കൂടെ ചേർത്ത് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് സമയം കൂടുതൽ നമ്മൾ വേവിക്കേണ്ടി വരും. ഈ ഒരു ചക്ക സാധാരണ ഞാൻ എപ്പോഴും വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് നമ്മൾ ഒരു മൺപാത്രത്തിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടുമേ. പക്ഷേ ഇത് അത്യാവശ്യം വേവുണ്ടായിരുന്നു ഇപ്പോഴും ഈ പ്രാവശ്യം കിട്ടിയ ചക്ക. ഇതിനിടയ്ക്ക് കുറച്ച് അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങിയതല്ല, ഈ കിളികളൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നിരിക്കും. കുറച്ചൊന്ന് ചിപ്സാക്കാമെന്നും വിചാരിച്ചിട്ട് കുറച്ചൊന്ന് നീളത്തിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുഖ്യ പ്രാവശ്യം എനിക്ക് അബദ്ധം നല്ലോണം പറ്റിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ പൊരിക്കുന്ന സമയത്ത് പൊരിച്ച് നമ്മളിങ്ങനെ കുറഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തണുത്തങ്ങനെ വലിഞ്ഞങ്ങ് പോകും. അതെന്താണെന്ന് അറിഞ്ഞുണ്ടോ. പക്ഷേ അപ്പം ഇത് ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട്, റെഡി ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്കടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടേ കറിയൊക്കെ വെക്കാൻ തന്നെ എടുക്കാം. അപ്പോൾ എന്തായാലും കറിക്കും ഇതിനൊക്കെയുള്ള എല്ലാം ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരുന്നിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് തന്നെ ആ ഒരു പരിപാടിയൊക്കെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചക്കയിലൊക്കെ കൈ വെച്ചിട്ട് കുറേ സമയമായിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് തീരാൻ തന്നെ ഒരു സമയം എടുത്തു. അത്യാവശ്യം വലിപ്പമുള്ള ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കിയിട്ട് നടക്കാനും കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇരുന്നത്. അപ്പം കൊഞ്ച് കൊണ്ടായിരുന്നു അത്യാവശ്യം. അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതും ഒരുപാട് സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഓക്കെ ആയിരുന്നിട്ട് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് ഫുഡ് റെഡിയാക്കിയിട്ട് അവർക്ക് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ പെട്ടെന്ന് ചോറും അവർ ചക്ക വെച്ചിട്ടാണ് ഒരു കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുരുവും ചേർത്തിട്ട് വെറും ചക്കച്ചോളം മാത്രം വെച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു ഫ്രൈയും നെത്തോലി വെച്ചിട്ടൊരു മീൻ കറിയും തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ രസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചാളയും പൊരിച്ചെടുത്തു. അപ്പോൾ ഉച്ചത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ചക്ക ഒന്ന് ഞാൻ നീളത്തിന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിപ്സിന് വേണ്ടിയിട്ട്. അതിന് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ടൊന്ന് വിരകി വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ആ ഒരു കടായിലിട്ട് ആവശ്യം പോലെ ഓയിൽ ഒഴിച്ചിട്ടേ ഇത് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് കിലികിലാന്നൊന്നാകുന്ന പരുവം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നോക്കാം സെറ്റ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതെന്തായാലും ഈ ഒരു സമയത്ത് അറിയാൻ പറ്റുന്നില്ല ഇത് തണുത്ത് പോകുമോ ഇല്ല എന്നുള്ളത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. തണുത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഫ്രീസറിൽ വെക്കാം, അതായത് ഫ്രൈ ചെയ്യാത്ത ഐറ്റംസ്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല കേട്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നേ ഈ ഒരു സെയിം ചക്ക ചെയ്തപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയിലാണ് കേട്ടോ ചെയ്യുന്നത് തന്നെ. എങ്കിലും നല്ല കറക്റ്റായിട്ട് നല്ല കറുമുറാന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചിപ്സും പക്ഷേ ഇത് അധികം നാളൊന്നും ഇരിക്കില്ല. ഇന്ന് പൊരിച്ചിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ വെറും ബക്കറ്റ് മാത്രം കാലിയാവും, അപ്പം തന്നെ അവിടെ കാലിയാവും. അപ്പോൾ അതാ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റൊക്കെ ചെയ്തേക്കൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.